അപ്പോൾ നമ്മളെ കഴിഞ്ഞ വീഡിയോ നമ്മൾ കോട്ടയം ടൗണിൽ ഇട്ടുക എന്ന് പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കോട്ടയത്തൊന്ന് ചുറ്റിക്കറങ്ങണം. രാവിലെ ഒരു 7 മണി ആ ഒരു ടൈം ആയിട്ടുള്ളൂ. നമുക്ക് ഒരുപാട് ടൈമും കാര്യങ്ങളൊക്കെ അവിടെ എല്ലാം ഉണ്ട്. ഒന്ന് ടൗണും കാര്യങ്ങളും അങ്ങോട്ടൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കാണാമെന്ന് വിചാരിച്ചു അങ്ങോട്ട് നടന്നു. ഇതാണ് നമ്മുടെ സ്റ്റേഡിയം ഏരിയ. നമ്മൾ അവിടെ നിന്നൊരു ഫുഡൊക്കെ കഴിച്ചു. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നേരെ നമ്മൾ പിന്നെയും ഒരുപാട് നടക്കാണ്. അത് നമ്മൾ പോയത് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അധികം തിരക്കുകളും കാര്യങ്ങളൊന്നും അവിടെ ഇല്ലായിരുന്നു. അതുകൊണ്ട് നമുക്ക് സ്ഥലമൊക്കെ നല്ല അടിപൊളിയായിട്ടെല്ലാം കാണാൻ പറ്റി. രസമുണ്ട്. സൺഡേ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നും ഇല്ലെങ്കിലും ഞാൻ ആദ്യമായിട്ട് പോവുകയാണ് കോട്ടയത്ത് തന്നെ. അപ്പോൾ അവിടുത്തെ ടൗണും കാര്യങ്ങളും ഇതിൻ്റെ ജംഗ്ഷനും കാര്യങ്ങളും എല്ലാം അടിപൊളിയാണ്. ഈ നോർമലി റൗണ്ട് തന്നെ അവർ വെച്ചിരിക്കുന്ന മനോരമ ഡിസൈനും കാര്യങ്ങളൊക്കെ കൊള്ളാം. കോട്ടയം പോയാൽ തന്നെ എനിക്ക് ആദ്യം കാണണം തോന്നിയത് നമ്മളൊരു പടവലമാണ്. പടവലം എന്ന് വെച്ചാൽ അവിടെ ഒരു റൗണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ റൗണ്ടിനെ കുറിച്ച് ഒരുപാട് സോഷ്യൽ മീഡിയയിൽ ട്രോളുകളും കാര്യങ്ങളൊക്കെ എല്ലാം വന്നിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ പിന്നെ അത് കാണാൻ വെച്ച് അങ്ങോട്ട് കുറച്ച് നടന്നു പോയി. ഒന്നാമത് എനിക്ക് വഴിയൊന്നും അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഗൂഗിൾ മാപ്പും അല്ലെങ്കിൽ കുറച്ച് തപ്പിയൊക്കെ എങ്ങനെ നടന്നങ്ങ് പോയി. അങ്ങനെ നമ്മൾ ഏകദേശം അവിടെ എത്താണ്. നമ്മളിപ്പോൾ കോട്ടയം സ്റ്റുഡിയോൻ്റെ നേരെ ഓപ്പോസിറ്റ് വന്നു. അങ്ങനെ ഫൈനലി നമ്മൾ പടവലം എന്ന് പറഞ്ഞ ഈ ഒരു അടിപൊളി നിർമ്മിതി നമ്മൾ കണ്ടു. ഒരുപാട് വിവാദങ്ങളും കാര്യങ്ങളൊക്കെ ഈ ഒരു സംഭവം ഉണ്ടാക്കി വെച്ചാൽ വന്നിട്ടുണ്ട്. കാരണം വെച്ചാൽ ഈ ഒരു സാധനം എന്തിനാണ് അവിടെ ഉണ്ടാക്കി വെച്ച ആൾക്കാർക്കും അറിയത്തില്ല. സംഭവം ഇതുകൊണ്ട് എനിക്കവിടെ വന്ന് നോക്കിയിട്ട് ഒരു ഐഡിയ മനസ്സിലായില്ല. ഇത് എന്തിനാണ് അവിടെ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഒരു കാര്യങ്ങൾ മനസ്സിലാവില്ല. ചുമ്മാ അതിങ്ങനെ തുരുമ്പെടുത്ത് നശിച്ചു പോകുന്നതല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷെ കാണാൻ ഒരു ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം കോട്ടയം ജില്ലയിൽ പോയാൽ കോട്ടയത്തിൻ്റെ ഒരു ഐഡൻറ്റിറ്റിയാണത്. ചുമ്മാ അതൊക്കെ കണ്ട് പിന്നെ നമ്മൾ നേരെ തിരിച്ചാതെ ഇറങ്ങിപ്പോയി. എനിക്ക് ഇവിടുത്തെ ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ബസ് കാര്യങ്ങളൊക്കെയാണ്. ഇവരുടെ ബസ് കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. നോർമൽ പ്രൈവറ്റ് ബസ് അത്യാവശ്യം വീതിയും കാര്യങ്ങളൊക്കെ ഉള്ളത്. അത് ബ്ലൂവിൽ പിങ്ക് കളറ്, ഗ്രീൻ, അങ്ങനെ 3 കളറിലാണ് വന്നത്.